ശ്രീ എ റഹീം, കോൺഗ്രസിൽ പാദസേവകർക്കും ചംച്ചകൾക്കും മാത്രമാണ് സ്ഥാനം എന്ന് പറയുന്നു. മാത്രമല്ല, ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അനിൽ ആൻ്റണി പറയുന്നു. 10-12 വർഷം ദേശീയ അന്തർദേശീയ തലത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ച കാര്യം പറയുന്നു. എനിക്ക് ഈ സംസ്കാരവുമായി ഒത്തുപോകാൻ കഴിയുന്നില്ല. നിങ്ങളെ ബന്ധിക്കുന്ന വിഷയമല്ല, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രശ്നങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്നയാൾ പറയുകയാണ്. ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തായാലും അനിൽ ആൻ്റണിയോട് യോജിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ പറയുന്ന പാദസേവയുടെ കാര്യത്തിൽ വലിയ ആഹ്ലാദം CPM-നും DYFIക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇല്ല, ഞാനതിൻ്റെ അതൊന്നുമല്ല. പാദസേവയുടെ കാര്യത്തിലും ഈ പെട്ടിതൂക്കൽ അത്തരം കാര്യങ്ങളിലൊക്കെ പണ്ട് പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അനിൽ ആൻ്റണി പുതുതായിട്ട് ഒന്നും പറയണമെന്നില്ലല്ലോ. പ്രത്യേകിച്ചും ശ്രീ AK ആൻ്റണിയുടെ മകനെന്ന നിലയിൽ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ കുട്ടിക്കാലം മുതലുള്ള അനുഭവങ്ങളും ഒരുപാട് അറിവുകളും ഒക്കെ ഉണ്ടാവില്ല. ഞാൻ അതൊന്നും പറയുന്നില്ല. അത് എന്നെ അലട്ടുന്ന പ്രശ്നം അതല്ല. ഗൗരവമുള്ളൊരു പ്രശ്നം ഇന്ത്യൻ ജനാധിപത്യം ഭീഷണി നേരിടുന്ന ഒരു നിർണായക ഘട്ടത്തിൽ സംഘപരിവാറിനെ തുറന്നു കാണിക്കേണ്ട ഒരു സന്ദർഭത്തിൽ കോൺഗ്രസിന് ഒരൊറ്റ അഭിപ്രായമില്ല എന്നതാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷന്റെ അഭിപ്രായമാണ് കോൺഗ്രസിന്റെ ആകെയുള്ള അഭിപ്രായം. അങ്ങനെയെങ്കിൽ മറ്റ് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നിങ്ങൾ അനുവദിക്കുമോ? എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് അയച്ചത്? നിങ്ങളുടെ KPCC എന്നാണ് പറഞ്ഞത്. ആ KPCC പ്രസിഡന്റ് വിഭാവനം ചെയ്ത് സെമി കേഡർ സംവിധാനമാണല്ലോ. പരസ്യ പ്രസ്താവനകൾ പാടില്ല, സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇവിടെ രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസിന്റെ നിങ്ങൾ പറയുന്ന പ്രഖ്യാപിത നിലപാടിൽ നിന്നും വേറിട്ട് നിന്നുകൊണ്ട് രണ്ടുപേർ അഭിപ്രായം പറയുന്നു. അതിന്റെ അർത്ഥം അതിൽ ഒരാൾ ചെറിയ ആളും ഒരാൾ വലിയ ആളും എന്നാണ് നിങ്ങൾ തന്നെ പറഞ്ഞത്. ശരി, അപ്പൊ ചെറുതും വലുതുമായ ആൾ, ഒരു വലിയ ആളിന്റെ മകനായ ചെറിയ ആളും വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നു. നികേഷേ, ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായ പഠനങ്ങൾ ആദ്യത്തെ കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജ്യസഭയ്ക്കകത്ത് ഈ സ്വകാര്യമില്ല ഏക സിവിൽ കോഡ് കൊണ്ടുവന്നു. എന്തായിരുന്നു കണ്ടത്? കോൺഗ്രസ് ആകമാകെ ശൂന്യമായിരുന്നു. അതിനെ ചൂണ്ടിക്കാട്ടി പരാമർശമുണ്ടായി അബ്ദുൽ വഹാബിന്റെ ഭാഗത്ത് നിന്ന്. ലീഗ് അത് പറഞ്ഞതിന് ശേഷം, അത് വാർത്തയായതിനു ശേഷം 3 പേർ വരുന്നു. അതിനെ രേഖാമൂലം എതിർക്കാൻ കോൺഗ്രസ് തയ്യാറാകാതിരിക്കുന്നു. നോക്കൂ, ഏക സിവിൽ കോഡ് വിഷയത്തിൽ, ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പോട്ടെ കാശ്മീരിന്റെ സ്വതന്ത്ര പദവി എടുത്ത് കളഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ, കാശ്മീർ വിഭജിച്ച പ്രശ്നത്തിൽ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നത എത്രമാത്രമായിരുന്നു? തീരുന്നില്ല. ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട് ടീസ്റ്റാ സത്യപാലനെയും RB ശ്രീകുമാറിനെയും അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ കോൺഗ്രസിനകത്ത് ഒറ്റ ഏക അഭിപ്രായം ഉണ്ടായിരുന്നോ? ഇല്ല, അതിലൊന്നും അഭിപ്രായമില്ല, ഏക അഭിപ്രായമില്ല. പക്ഷേ പറയുന്നത് തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പ് പറ്റില്ല എന്നാണ്. അല്ല, ഇത് തെങ്ങും കവുങ്ങും മാത്രമല്ല, തെങ്ങുകളുടെ കാര്യം തന്നെ എടുക്കും. ഞാൻ നേരത്തെ പരാമർശിച്ച എല്ലാ വിഷയങ്ങളിലും വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിയവരൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഭാഷ സ്കെയിലെടുത്താൽ തെങ്ങ് തന്നെയാണ്, കവുങ്ങല്ല. നല്ല തെങ്ങ്, നല്ല മുറ്റൻ തെങ്ങ് തന്നെയാണ് പറഞ്ഞതൊക്കെ. ഈ പറഞ്ഞ കാശ്മീർ വിഭജന പ്രശ്നത്തിൽ നമ്മുടെ ടീസ്റ്റാ സത്യപാലനെയും RB ശ്രീകുമാറിനെയും അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ഒക്കെ പറഞ്ഞതൊക്കെ വലിയ ആളുകൾ തന്നെ. അപ്പൊ നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ഇന്നും ജനം മനസ്സിലാക്കേണ്ടതാണ്. ഒറ്റ ചോദ്യമേ ഉള്ളൂ. കോൺഗ്രസിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു. നിർണായകമായ ഒരു ഘട്ടത്തിൽ പോലും ശരിയായ ഒരു നിലപാട് രാജ്യത്തിന് വേണ്ടി ഉയർത്തിപ്പിടിക്കാൻ, മതനിരപേക്ഷമായ അഭിപ്രായം പറയാൻ ഭയമായിരിക്കുന്നു കോൺഗ്രസിന്. ഇത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മികച്ച ഭയമാണ്, ഫിയറാണ്. ഇത് എന്താണ് ഫിയർ? ഞാൻ പറഞ്ഞാൽ ഞാൻ ആക്രമിക്കപ്പെടുമോ എന്ന പേടിയാണ്. അങ്ങനെ ഒരു പേടി കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു ചോദ്യം ഉയർന്നു വന്നിരുന്നു. ആരാണ് ഇന്ത്യ ഭരിക്കുന്നത്? അതിന് ഉത്തരം പറഞ്ഞത് ഭയമെന്നാണ്, ഫിയർ. അപ്പോൾ ഭയം ഭരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തെങ്ങിനെയും കവുങ്ങിനെയും എല്ലാം അത് ബാധിക്കുന്നു. അതെങ്ങനെയാണത് ശരിയാവുക? കവുങ്ങ് മുതൽ തെങ്ങ് വരെ, ആ പാർട്ടിയിലെ അടിമുതൽ മുകൾ വരെ മുഴുവൻ പേരെയും ആശയക്കുഴപ്പം ബാധിക്കുന്നു, ഭയം സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പം. ഇപ്പൊ ഭാരത് ജോഡോ യാത്ര നടത്തി. ഞാൻ ചോദിക്കുന്നു, അങ്ങനെ ഒരു യാത്ര, ആ യാത്രയുടെ ഔട്ട്പുട്ട് എന്താണ്? ആ യാത്ര നടത്തിയിട്ട് ആ യാത്രയിൽ കൂടെ നടന്നവരെ പോലും സെക്കുലറിസത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാൻ, മതനിരപേക്ഷതയുടെ ശരിയായ നിലപാട് പഠിപ്പിക്കാൻ എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു? ഗുജറാത്ത് വംശഹത്യ അങ്ങനെ മറക്കാനാകുന്ന കാര്യമാണോ? എന്തായിരുന്നു ഗുജറാത്തിൽ സംഭവിച്ചത്? ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഗുജറാത്ത് വംശഹത്യ എന്ന് പറയാൻ പാടില്ല, അത് ഹിന്ദു മുസ്ലിം വിഭജനം അല്ല. ഗുജറാത്തിൽ ഹിന്ദുക്കൾ സംഘടിച്ച് മുസ്ലിങ്ങളെ കൊന്നതാണോ? അല്ല. ഹിന്ദുക്കൾ ആസൂത്രണം ചെയ്ത് മുസ്ലിങ്ങളെ കൊന്നതാണോ? അല്ല. RSS ആസൂത്രണം ചെയ്ത് മുസ്ലിങ്ങളെ കൊന്നതാണ്. ഹിന്ദുവും RSSും എങ്ങനെയാണ് ഒന്നാവുക?
അത് ശരിയല്ലല്ലോ. ആ നരേഷൻ RSS പറയുമ്പോൾ ആ നരേഷനൊപ്പം എങ്ങനെയാണ് കോൺഗ്രസ് നിൽക്കുക, കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ നിൽക്കുക? അപ്പോൾ ഇത് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്. ഇപ്പൊ ബാബറി മസ്ജിദ് തകർത്തത് ഹിന്ദുക്കളാണോ? അല്ല, RSS ആണ്, സംഘപരിവാറാണ്. ഇന്ത്യയിലെ എല്ലാ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും പള്ളി തകർക്കണമെന്ന് ആഗ്രഹിച്ചവരാണോ? അല്ല. പള്ളി തകർന്നതിൽ സന്തോഷിക്കുന്നവരാണോ ഇന്ത്യയിലെ ഹിന്ദുക്കൾ? ഞാൻ കരുതുന്നില്ല. ഗുജറാത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യർ, പീഡിപ്പിക്കപ്പെട്ട ഗർഭിണികൾ, പിച്ചു ചിന്തപ്പെട്ട ജീവിതങ്ങൾ, ചുട്ടരിക്കപ്പെട്ട കുടിലുകൾ, വീടുകൾ, അടകമ്പോളങ്ങൾ, അതിലെല്ലാം മുസ്ലിങ്ങളുടെ വീട് കത്തിച്ചതിൽ സന്തോഷിക്കുന്നവരാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളെന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിലെ ഹിന്ദുക്കളാണെന്ന് തീരെ കരുതുന്നില്ല. അതൊക്കെ ചെയ്തത്, അതിലൊക്കെ സന്തോഷിച്ചത് RSS ആണ്. അപ്പോൾ RSS സന്തോഷിച്ച ഒരു കാര്യം, RSSനെ ഒറ്റപ്പെടുത്താൻ, എക്സ്പോസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരത്തെ രാഷ്ട്രീയമായി അതിലുപയോഗിക്കാതെ, മറിച്ച് RSSന് ഓശാന പാടാൻ കഴിയുന്ന രാഷ്ട്രീയം AK ആന്റണി എന്ന കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിന്റെ മകനുണ്ടാവും. എന്താണ് കോൺഗ്രസിലെന്ന് ഇന്ത്യ പഠിക്കേണ്ട, കേരളം പഠിക്കേണ്ട പാഠം. ശശി തരൂര് പറയുന്നു അത് ഇനി ഓർമ്മിക്കേണ്ട കാര്യങ്ങളല്ല, അതെല്ലാം പാച്ചപ്പ് ചെയ്ത് കഴിഞ്ഞു. സുപ്രീം കോടതി ഒരു ഫൈനൽ സെറ്റിൽമെന്റ് ഓർഡർ പറഞ്ഞു കഴിഞ്ഞു, ഇനിയൊന്നും തൊടാൻ പാടില്ല. എന്താണ് പറയുന്നതിന്റെ യുക്തി? എന്താണ് അതിന്റെ സെക്കുലർ കണ്ടന്റ്? എന്ത് സന്ദേശമാണ് അത് ജനങ്ങൾക്ക് കൊടുക്കുന്നത്?